ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الذي باركنا حوله لنريه من آياتنا وهو السميع البصير സ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ, ആകാശഭൂമികളെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അല്ലാഹു ചില വസ്തുക്കൾക്കും ചില സമയങ്ങൾക്കും ചില സന്ദർഭങ്ങൾക്കും ചില മാസങ്ങൾക്കുമൊക്കെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകത കൽപ്പിക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ആ റജബ് മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അല്ലാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അല്ലാഹു ആണ് 12 മാസങ്ങളെയും നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് കണക്ക് പ്രകാരം അല്ലാഹ് നമുക്ക് നിശ്ചയിച്ചു തന്നു. ഫീ കിതാബില്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് 12 മാസങ്ങളെ. എന്നാണ് അത് നിശ്ചയിച്ചത്? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹ് എന്താണോ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, അന്ന് തന്നെ അല്ലാഹ് 12 മാസങ്ങളെയും നമുക്ക് എണ്ണി നിർണയിച്ച് കൃത്യമാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, മിൻഹുമാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. അത് ഏതൊക്കെയാണ് എന്നും വിശദീകരിച്ചു. ഖുർആനാണ്, ദുൽഹിജ്ജയാണ്, മുഹറമാണ്, 4-ാമത്തേത് റജബാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ റജബില് യുദ്ധം നിഷിദ്ധമാണ്. പവിത്ര മാസങ്ങളൊക്കെ യുദ്ധം നിഷിദ്ധമാണ്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ പറയപ്പെടുന്ന, പലരും പറയപ്പെടുന്ന അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര, അത് റജബിലാണോ റമദാനിലാണോ
നബിയുടെ ഹിജ്റയുടെ സന്ദർഭത്തിലാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളും. പക്ഷെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നൊരു സംഗതിയാണ്. പക്ഷെ അതിന്റെ ദിവസങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ റജബ് മാസം എന്ന് പറയുന്നത് യുദ്ധം നിഷിദ്ധമാക്കിയൊരു മാസമാണ്, അല്ലാഹ് പവിത്രമാക്കിയൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ആചാരങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ, മുഹറം 9-10 നോമ്പ് നിർബന്ധമാക്കിയതുപോലെ, റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പോ, റജബ് ഏതെങ്കിലും ചില ദിവസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പോ, അല്ലെങ്കിൽ റജബിന് പ്രത്യേകമായ ചില നമസ്കാരങ്ങളോ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യം. റജബിൽ യുദ്ധം നിഷിദ്ധമാണ്, പവിത്രമായ മാസമാണ് എന്നതാണ്. ഇനി ഇസ്രാ മിഅ്റാജ് റജബ് 27-നാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അത് റമദാനിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, അത് നബിയുടെ ഹിജ്റയുടെ ആ സന്ദർഭത്തിലാണ് എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുത യാത്ര തന്നെയാണ്. സൂറത്ത് ഇസ്രായിന്റെ തുടക്കം അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ആ ഒരു രാത്രി യാത്ര നടത്തിച്ച അല്ലാഹു പരിശുദ്ധനാണ്. എന്തിനാണത്? ലിനുരിയഹു ആയാതിന, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. എന്താണ് ഇസ്രാ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് അവിടെ എത്തുകയും അവിടെ എത്തി. അതിനെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറയുന്നത് അന്ന് തന്നെ ബുറാഖ് എന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളും യാത്ര നടത്തി തിരിച്ച് അന്ന് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ തിരിച്ചു. ഇതിനെയാണ് നമ്മൾ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ഇത് ഖുർആൻ കൊണ്ട് സത്യപ്പെടുത്തിയ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ വീട്ടിലാണ്. അബൂ ത്വാലിബിന്റെ വീട്ടിൽ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മൂത്താപ്പയുടെ മകൾ ഉമ്മു ഹാനി, അവര് മുസ്ലിം ആയിട്ടുണ്ട്. അവരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഈ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തി അവിടെ കണ്ട അനുഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ടപ്പോ ഉമ്മു ഹാനി മുസ്ലിമാണ്. ഉമ്മു ഹാനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞു, ഞാനിത് വിശ്വസിക്കും, പക്ഷേ നിങ്ങളിത് മറ്റുള്ളവരോട് പറയേണ്ടതില്ല. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ പോലും ഒരു പക്ഷേ ഇത് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു രാത്രി കൊണ്ട് മാസങ്ങൾ സഞ്ചരിക്കാനുള്ള ദൂരം സഞ്ചരിച്ച് തിരിച്ചു വന്നു ഒരൊറ്റ രാത്രി കൊണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇത് വിശ്വസിക്കില്ല റസൂലിലേക്ക്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരോടും പറയണ്ട എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും പറയുകയാണ്. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നത് മസ്ജിദുൽ ഹറമിന്റെ അടുത്താണ്, കബാലത്തിന്റെ അടുത്താണ്. കബാലത്തിന്റെ അടുത്തെത്തിയപ്പോ അവിടെ അബൂജഹലിനെയാണ് കാണുന്നത്. അബൂജഹൽ റസൂലുള്ളാഹിക്ക് ചോദിച്ചു, മുഹമ്മദ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയതായി വല്ലതും ഉണ്ടോ?
ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അതേ പുതിയ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇന്നലെ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തി. റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോ അബൂജഹൽ പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു. എന്നിട്ട് അബൂജഹൽ ചോദിച്ചു, നീ ഇത് എല്ലാവരോടും പറയാൻ തയ്യാറാണോ? അതെ, എല്ലാവരോടും പറയാൻ തയ്യാറാണ്. നിന്റെ ആളുകളെ വിളിച്ചുകൂട്ടി പറയാൻ തയ്യാറാണോ? വിളിച്ചുകൂട്ടി പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച് തള്ളുകയാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമതായിട്ട് പറയുന്നത് മുത്തഖിം ഇബ്നു അദിയി എന്ന് പറയുന്ന ഒരു മനുഷ്യനോടാണ്. അയാൾ മുസ്ലിം അല്ല, അയാൾ മാന്യനായ ഒരു മനുഷ്യനാണ്. കാരണം റസൂലിനെ ഏറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. റസൂൽ വിശ്വസിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫില് പോയിട്ട് അവിടുന്ന് ഏറ് കിട്ടിയിട്ട് തിരിച്ചു വന്ന ഒരു സന്ദർഭത്തിൽ മുത്തഖിം ഇബ്നു അദിയി തന്റെ 4 മക്കളെയും വിളിച്ചിട്ട് റസൂലിന് സംരക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടുകയും ആ 4 മക്കള് വന്ന് റസൂലിന് സംരക്ഷണം കൊടുത്ത് റസൂലിനെ മക്കയിൽ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് മുത്തഖിം ഇബ്നു അദിയി. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം പറയുന്നത് മുത്തഖിം ഇബ്നു അദിയിനോടാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ മുത്തഖിം ഇബ്നു അദിയി പറഞ്ഞു, മുഹമ്മദ്, നീ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തി തിരിച്ചു വന്നു. മാസങ്ങളോളമുള്ള യാത്ര ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഖിം ഇബ്നു അദിയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് നാലാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംഭവം അറിയുന്നത് അത് അബൂജഹൽ അറിയിക്കുകയാണ്. ആരെയാണ് അറിയിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂജഹലും കൂട്ടരും അറിയിക്കുകയാണ്, ഇതാ മുഹമ്മദ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അബൂബക്കർ, അതുകൊണ്ട് എന്താണ് നിന്റെ അവസ്ഥ? ഇത് കേട്ടപ്പോൾ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മറുപടിയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൂർണ്ണമായും സത്യപ്പെടുത്തുന്നു. അബൂജഹൽ ചോദിച്ചു, ഇത് നീ സത്യപ്പെടുത്തുകയാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിലും വലിയത് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയത് സത്യപ്പെടുത്തിയവനാണ് ഞാൻ. കാരണം ഏകനായ അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു എന്ന യാഥാർത്ഥ്യം അത് സത്യപ്പെടുത്തിയിട്ടാണ് ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ സത്യപ്പെടുത്തിയ എനിക്ക് ഇത് സത്യപ്പെടുത്തുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് പൂർണ്ണമായും സത്യപ്പെടുത്തുകയാണ്. ഇവിടെ 4 സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. ഇസ്ലാമിലെ ഒരു കാര്യം, ഇസ്ലാമിലെ ഒരു കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള 4 സംഗതികൾ നമ്മൾ ഉണ്ടാകും. ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാം അറിയാത്ത ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ ഈ 4 തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും. ഒന്ന് പറയും, ശരിയാണ്, ഇത് അങ്ങനെ പരസ്യപ്പെടുത്തും കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ. ചില ആളുകൾ പരിഹസിച്ച് തള്ളും, ചില ആളുകള് ശരിയൊക്കെയാണ് പക്ഷെ ഇതുവരെയൊക്കെ വിശ്വസിക്കുക, അധികം വിശ്വസിക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടല്ലോ ഇസ്ലാമിൽ ചില ആളുകൾ അതൊക്കെ ചെയ്യാം, പക്ഷെ ഇതങ്ങനെ ഉണ്ടോ? എന്നാൽ 4-മത്തതാണ്
ഇസ്ലാമിന്റെ നിലപാട്. നാലാമത്തതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? ഹദീസിൽ അങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിയല്ല അവിടെ, നമ്മുടെ ആലോചനയല്ല അവിടെ, നമ്മുടെ ചിന്തയല്ല അവിടെ. ആകാശങ്ങൾ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സർവ്വതിനെയും സൃഷ്ടിച്ച, നമ്മൊക്കെ സൃഷ്ടിച്ച അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് എന്ന് വിശ്വസിക്കലാണ് ഇസ്ലാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമ്മാക സിദ്ദീഖ്, തീർച്ചയായും അബൂബക്കർ അങ്ങക്ക് അല്ലാഹു ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? അസ്സദ്ദീഖ്. അന്നു മുതലാണ് ചരിത്രത്തിൽ പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേര് വന്നത് എന്ന് ചരിത്രത്തിലെ പല സ്ഥലത്തും പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ അമാനുഷികമായ സംഭവങ്ങൾ അത് പ്രവാചകന്മാർക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് അമാനുഷികതകളുണ്ട്, അവരറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്ന് ഞാൻ ഇന്ന് മിഅ്റാജിൽ നിന്നതൊക്കെ കാണും എന്നതൊന്നും റസൂലുള്ളാഹിക്ക് അറിയില്ല. അത് അമാനുഷികമായ ഒരു കഴിവാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. ജാലവിദ്യക്കാരൊക്കെ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള കയറുകളും വടികളും ഒക്കെ നിലത്തിട്ട് ഇങ്ങനെ പാമ്പായി ഇങ്ങനെ മാറിയപ്പോ മൂസ എന്ത് ചെയ്യുമെന്നറിയാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മാറി നിന്നപ്പോ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, മൂസ നിന്റെ കയ്യിൽ എന്താണ് എന്ന്. മൂസാ നബി പറഞ്ഞു, അല്ലാഹുവേ ഇതെന്റെ കയ്യിൽ ഒരു വടിയാണ്, ഞാനത് ആടുകൾക്ക് മരത്തിന്റെ ഇലകൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വടിയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ആ വടി അങ്ങ് നിലത്തിട്ടോ. പാമ്പായി മാറി. അമാനുഷികമാണത്. ആ നദിയുടെ മുന്നില് എത്തിയ സന്ദർഭത്തില് ഇനി എന്ത് ചെയ്യും? പിന്നിൽ ഒരുപാട് ആളുകള് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആളുകളെയും ഒക്കെ അനുയായികളെയും ആക്രമിച്ച് ശരിപ്പെടുത്താൻ വേണ്ടി വലിയൊരു സൈന്യം കടലിന്റെ അടുത്ത് നിർത്തി. കടലേക്കടുത്ത് ചാടിയാൽ മരിച്ചു പോകും. അപ്പോഴും അള്ളാന്റെ ഒരു ചോദ്യം വരും, എന്താണ് എന്റെ കയ്യിൽ? എന്റെ വടിയാണ്. ആ വടി കൊണ്ട് നീ ഒന്ന് കടലടുക്കി, ആ കടൽ രണ്ടായി മാറും. ഇത് അമാനുഷികമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അമാനുഷികതകൾ പ്രവാചകന്മാർക്ക് അള്ളാഹ് നൽകും. അത് ഖുർആൻ കൊണ്ട് സത്യപ്പെടുത്തും, പ്രവാചകന്മാരെ സത്യപ്പെടുത്തും. അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഖുർആൻ വിശ്വസിക്കുന്ന, പ്രവാചകൻ വിശ്വസിക്കുന്ന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഏതൊരു വിശ്വാസിയും ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഇസ്രാഈൽ മിഅ്റാജ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണ്. മിഅ്റാജിൽ പ്രവാചകൻ അനായാത്തിനാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങള് അതിങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ദീർഘമായ ഹദീസിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ശേഷമുണ്ടാകുന്ന ഒരുപാട് സംഗതികളെ കുറിച്ച് നമസ്കാരം ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനെ കൊണ്ട് നടത്തിയ ഒരു യാത്രയായിരുന്നു മിഅ്റാജ്. അത് മനസ്സിലാക്കുക. അത് റജബിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് അത് അന്ന് യുദ്ധം നിഷിദ്ധമാക്കി എന്നതാണ്. അന്ന് പ്രത്യേകമായ നോമ്പില്ല, നമസ്കാരമില്ല, മറ്റ് ആരാധനകളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക, പഠിപ്പിക്കാത്തത് അത് തള്ളിക്കളയുക. അതാണ് അല്ലാഹു ഒരിക്കലും സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോട് നമ്മുടെ ജനുവരി 15 കേരളത്തിലെ പാലിയേറ്റീവ് ദിനമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഇത്തരം പ്രവർത്തനങ്ങൾ അവന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഈ കുല്ലികപതിയും നൃത്തത്തിന് ചേർന്ന ഹദീസ് നമ്മൾ കേട്ടതാണ്. പച്ചക്കരളുള്ള ഏതിനോടും കരുണ കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊരു മനുഷ്യന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമെന്ന ഹദീസ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ഒട്ടുമിക്ക നാടുകളിലും പാലിയേറ്റീവ് സെന്ററുകളുണ്ട്. അവശരായ ആളുകളെ സഹായിക്കുന്ന, അവശരായ ആളുകളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ കീഴിൽ നടക്കും. എല്ലാവരും അതിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാ മതവിശ്വാസികളും സഹകരിക്കുന്നു. എല്ലാവരും സഹകരിക്കുന്നത് പോലെ അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളും നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ സഹകരിക്കുകയും സഹായിക്കുകയും ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം. എങ്കിലേ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വിശ്വാസത്തോടു കൂടി ഇത്തരം പ്രവർത്തനത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم لا تجعلنا مع القوم الظالمين. اللهم لا تجعلنا فتنة للقوم الظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة